ഹലോ വെൽക്കം ഓൾ ടു പലവക ടോക്സ് വിത്ത് മീ RJ അരുൺ. മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. ഇന്ന് സ്പെഷ്യൽ ഡേ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ, പ്രണയിക്കുന്നവർക്കും പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്കും ഒക്കെ ആയിട്ട് ടുഡേയ്സ് വാലന്റൈൻസ് ഡേ. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, നമ്മൾ അറിയാൻ ആഗ്രഹിച്ച ചിലരുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ വിശേഷങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിച്ചു. ഇന്നും അത്തരത്തിൽ നമ്മൾ ഏറെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ വിശേഷങ്ങളാണ് നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുക. ആരാണെന്ന് മനസ്സിലായോ? ജസ്റ്റ് ക്ലൂ തരാം. മറ്റൊന്നുമല്ല, ഇദ്ദേഹം ഒരു അറിയപ്പെടുന്ന നടനാണ്, നമുക്ക് ഏവർക്കും ഏറെ പ്രിയപ്പെട്ട നടൻ. എന്തായാലും നിങ്ങൾ ആലോചിച്ച് തല ഉണ്ടാക്കണ്ട. യെസ്, ഇറ്റ്സ് നൺ അതർ ദാൻ അർജുൻ ദേവ്. നിങ്ങളും ഞെട്ടിയല്ലേ? അർജുൻ ദേവിനും പ്രണയമോ? യെസ്, ഇന്ന് നമുക്ക് അർജുൻ ദേവിന്റെ പ്രണയമാണ് ഇന്നത്തെ പലവക ടോക്സിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ആ പ്രണയത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം അല്ലേ. പൂക്കളും പുഴകളും ഗുഡ് മോർണിംഗ് മാഡം. അഡ്വക്കേറ്റ് അങ്കിൾ പറഞ്ഞ ആളാണോ? അതെ മാഡം. പിന്നെ മാഡം, ഇതെൻ്റെ ആദ്യത്തെ ഓട്ടോ ആണ്. പിന്നെ മാഡം, വണ്ടി എടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ. സീറ്റിൽ ചവിട്ടരുത്, പിന്നെ മിഠായിയുടെ കവറോ ചവറോ ഒന്നും വണ്ടിക്കകത്ത് ഇടല്ലേ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാഡം ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഡോറ് പയ്യെ അടയ്ക്കണം. മാഡം, ഈശ്വര. മാഡം, ഹലോ. ഹലോ മോളെ കൃഷ്ണ, ഞാൻ അഡ്വക്കേറ്റ് അങ്കിളാണ്. പറയൂ അങ്കിൾ. മോളെ, നാളെ അർജുൻ വരില്ല കേട്ടോ. അയ്യോ അങ്കിൾ, നാളെ എനിക്ക് ഡ്യൂട്ടി ഉള്ളതാ. അർജുൻ എന്ത് പറ്റി? മോളെ, അവനൊരു പാവപ്പെട്ട കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ട്. നാളെ ആ മോൾക്ക് കുറച്ച് ബുക്ക് കൊണ്ട് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് ഞാൻ തടസ്സമൊന്നും പറഞ്ഞില്ല. മോളിത് അവനോട് ചോദിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ശരി അങ്കിൾ. മരുന്നൊക്കെ കൃത്യമായി കഴിക്കുന്നുണ്ടേ? ഓക്കെ. വെക്കട്ടെ. സമയം എത്രയാണെന്ന് അറിയോ ഇയാൾക്ക്? സോറി മാഡം, വൈകിപ്പോയി. കഷ്ടം. ഇയാൾ എന്താടോ ലേറ്റ് ആയത്? എനിക്ക് രാവിലെ റൗണ്ട്സ് ഉള്ളതാ, ഇപ്പൊ തന്നെ താമസിച്ചു. പ്ലെയിനൊന്നല്ലല്ലോ മാഡം, കാറില്ലേ. ബ്ലോക്കിൽ പെട്ടുപോയതാ മാഡം. അതിന് മോന്ത് എത്ര വീർപ്പിച്ചോക്കേണ്ട ആവശ്യമൊന്നും. എന്താണ്? ഒന്നുമില്ലേ. അല്ല, ഇയാളുടെ യൂണിഫോം എവിടെ പോയി? അത് മാഡം, പെങ്ങടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ. അപ്പൊ അതാണ് ലേറ്റ് ആയത്. അഡ്വക്കേറ്റ് അങ്കിളിനോട് പറയട്ടെ ഞാൻ? അയ്യോ മാഡം, സോറി. എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പഠിത്തം കഴിഞ്ഞിട്ടും ഈ പണിക്കിറങ്ങിയ. നേരത്തെ ഇങ്ങനെ അല്ലല്ലോ ആൻസർ പറഞ്ഞത്. സോറി മാഡം, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ആ പാട്ടൊന്ന് നിർത്താമോ? പേരെന്താ? എന്താ മാഡം? പേരെന്താന്ന്? അർജുൻ ദേവ്. എന്താ പഠിച്ചത്?
MA പൊളിറ്റിക്കൽ സയൻസ്. അതാ എത്ര ഭരണം. പക്ഷേ മാഡം, എനിക്ക് അഭിനയമാണ് കൂടുതൽ ഇഷ്ടം. അഭിനയം എനിക്കൊരു ഭ്രാന്താണ് മാഡം. ഭ്രാന്താന്ന് മനസ്സിലായി. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. വണ്ടി എടുക്കാമോ? ശരി മാഡം. കണ്ണുകളാൽ ഈ യാത്രയിൽ തേടുന്നൊരാൾ ഞാനാദ്യമായി എൻ കണ്ണുകളാൽ ഈ യാത്രയിൽ തേടുന്നൊരാൾ ഈ വാനവിൽ തീരങ്ങളിൽ ഞാൻ നിന്നിഴൽ തേടുന്നുവോ. മാഡം, മാഡത്തിന്റെ വീട് എവിടെയാ? മാഡം അല്ല, കൃഷ്ണ. അത് വേണ്ട, പേര് വിളിച്ച കംപ്ലൈന്റ് ചെയ്യാനല്ലേ? കംപ്ലൈന്റ് ചെയ്യാനാ? എന്നാ ശരി. കൃഷ്ണയുടെ വീട് എവിടെയാ? നമ്മുടെ പിക്കപ്പ് പോയിന്റ് ഇല്ലേ, അതിൻ്റെ അടുത്തൊരു വലിയ ബ്ലാക്ക് കളർ ഗേറ്റ് ഉള്ള വീടില്ലേ, അവിടെയാ ഞാൻ പേയിങ് ഗസ്റ്റായി താമസിക്കുന്നത്. ഞാൻ അതല്ല ചോദിച്ചത്, ശരിക്കുള്ള വീട് എവിടെയാ? ആ, ശരിക്കുള്ള വീട്, എന്റെ ശരിക്കുള്ള വീട് അങ്ങ് ദൂരെ. കനവുകളാലേ നിൻ വിരലുകൾ ചേർത്തേ നിൻ ഉയരറിയാതെ എൻ ഉയരായി നീയും കാതങ്ങളേറെ നിന്നെയും കാത്ത് ഞാനേകനായി എൻ പാതയിൽ. നമുക്ക് കൈ നോക്കിയാലോ? വാ. ഇതിന്റെ ആവശ്യമുണ്ടോ? അതൊന്നും കുഴപ്പമില്ലെന്നേ. വന്നേ, ഇരിക്കേ. ഇയാളുടെ കൈ നോക്കണം. ഒരുപാട് ഭാഗ്യമുള്ള കൈയാണ്. ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിരുന്നാലും ഭാവിയിൽ ഒരുപാട് കീർത്തിപ്പെടും. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ. പിന്നൊരു കാര്യം, നിങ്ങൾക്ക് മനസ്സിൽ ഒരാളോട് ഇഷ്ടമുണ്ട്, അത് എത്രയും പെട്ടെന്ന് തുറന്നു പറയണം, വൈകിക്കരുത്. വന്നേ. ാവുമായുന്നുവോ ഞാൻ എന്നിലായി കണ്ട സ്വപ്നങ്ങളോ ഈ കൺകളിൽ കാണുന്നൊരാൾ ഇനിയൊരു മറുജന്മം ചേർന്നിടുമോ.
കുറച്ച് ഒന്ന് അടച്ചു വെച്ചിട്ട് ആ ക്രിക്കറ്റ് കളി ഒന്ന് കണ്ടൂടെ? ആലോചിക്കും. എടോ, ഉം. എനിക്കൊരാളെ ഇഷ്ടമാണ്. ഉഹും. എൻ്റെ അമ്മയോട് ഞാനത് പറഞ്ഞു. ഉം. ഇനി ആളോട് കൂടി അത് പറയണം. അതാരാണ് ആ ആള്? നമുക്കറിയുന്ന ആളാ. അമ്മയോട് എന്താ പറഞ്ഞേ? കുട്ടി സുന്ദരിയാന്ന് പറഞ്ഞോ? ഡോക്ടറാന്ന് പറഞ്ഞോ? ഡോക്ടറാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എനിക്ക് ഡോക്ടർമാരെ ഇഷ്ടമല്ല. ചേട്ടാ, ഇത് ഇപ്പോഴെങ്ങനെ കഴിയോ? ഇപ്പം കഴിയും. ഇവിടുത്തെ ജോലി മതിയാക്കിയാലോ എന്ന് വിചാരിക്കുക. ഗൾഫിലോ മറ്റെങ്ങാനും പോകണം. അളിയും വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കാശ് കടം ചോദിച്ചിട്ടുണ്ട്. അർജുൻ ആർക്ക് വേണ്ടിയാ ജീവിക്കണേ? കഷ്ടപ്പെട്ട് നോക്കുന്നവരാരും എപ്പോഴും കൂടെ ഉണ്ടാവില്ല. എല്ലാരും വിട്ടിട്ട് പോവും. ആരൊക്കെ പോയാലും ഇയാളുണ്ടാവില്ലേ? ഞാനും വിട്ടിട്ട് പോവും. തനിക്ക് താ മാത്രമേ ഉണ്ടാവൂ. ഇനിയെങ്കിലും അർജുന് വേണ്ടി ജീവിക്കണം. ഇഷ്ടംപോലെ സിനിമകൾ കാണണം, നാടകങ്ങളിൽ അഭിനയിക്കണം, സിനിമയിൽ അഭിനയിക്കണം, വലിയൊരു നടനാവണം. ഭയങ്കര ഫിലോസഫി ആണല്ലോ. പോടോ, താൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്. ഇയാളിത് എവിടെ പോയി? എവിടെ പോയതാ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? പേടിച്ചു പോയോ? അത് സാരമില്ല. അല്ല, ഇയാൾ എന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? രാവിലെ എന്തൊക്കെയായിരുന്നു? കൂടെ കാണില്ലെന്നോ വിട്ടിട്ട് പോകുമെന്നോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. വണ്ടി എടുക്ക്. ആ, ദാ, ഇതെന്താ? ഏതോ ആക്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാ. അഭിനയം പഠിക്കാനായിട്ട് ചെല്ലണമെന്ന്. കൊള്ളാലോ. പക്ഷേ ഞാനിത് അപ്ലൈ ചെയ്തിട്ടില്ല. ഇതെങ്ങനെ വന്നെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഷോ, അങ്ങനെയാണോ? ഇത് അപ്ലൈ ചെയ്തതേ ഞാനാ. ശരി, ഇത് പിടിച്ചേ. അതെ, ഇയാൾക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? ഇയാൾ വലിയൊരു നടനാവണം. എന്നിട്ട് അർജുൻ്റെ പോസ്റ്ററും കട്ടൗട്ടും ഒക്കെ ഇങ്ങനെ ഈ റോഡ് ഫുള്ള് വെക്കണം. ഇതെല്ലാം കണ്ട് എനിക്ക് സന്തോഷിക്കണം. എങ്ങനെ? ഭയങ്കര വലിയ സ്വപ്നം തന്നെയാ. നടന്ന പോലെ തന്നെ. അതൊക്കെ നടക്കൂടോ? കുടുംബത്തിന് വേണ്ടി സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ച ആളാ ആ എന്നോട് ഈ പറയണേ. നമുക്കെല്ലാത്തിൻ്റെയും നല്ല വശമൊന്ന് കണ്ടാലോ? ഇയാളുടെ സ്വപ്നങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചതുകൊണ്ടല്ലേ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത്. ശരി, സമ്മതിച്ചു. ഇതിനൊക്കെ കുറെ കാശ് കെട്ടി വെക്കണം. വെക്കണം.
നടക്കണ കാര്യമെല്ലാം പറ. അതൊക്കെ നടക്കും, നമുക്ക് ഒപ്പിക്കാം. എന്നാ പോവാം. പോവാം. അർജുൻ, എന്താ ഇതൊക്കെ? അഡ്മിഷനൊക്കെ പോവല്ലേ, ആവശ്യം വരും. എനിക്കിതിൻ്റെ ആവശ്യമില്ല. നല്ലൊരു കാര്യത്തിനല്ലേ, ഇരിക്കട്ടെ. പോവാം. അത് പിന്നെ എനിക്ക് തന്നോട് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ശരി എന്നാ. അമ്മ എന്തു പറഞ്ഞു ആ കുട്ടിയെക്കുറിച്ച്? ഏത് കുട്ടി? ആ കുട്ടി കണ്ടു, ഇഷ്ടായി. ഡോ ഇന്നെന്തായാലും എൻ്റെ ഇഷ്ടം അവളോട് തുറന്ന് പറയണം. ഹലോ. അഡ്വക്കേറ്റ് സാറുണ്ടോ? ഇതാരാ സംസാരിക്കുന്നേ? സാറിൻ്റെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന അർജുനാണ്. സാറിനൊന്ന് ഫോൺ കൊടുക്കാവോ? അമ്മ മരിച്ചിട്ട് 2 ദിവസമായി. അറിഞ്ഞില്ലായിരുന്നോ? അറിഞ്ഞില്ല, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. എന്തേലും അത്യാവശ്യമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ശരി അപ്പോൾ. ആരാ? കൃഷ്ണയുണ്ടോ? കൃഷ്ണയുടെ സുഹൃത്താ. ആ കുട്ടി 2 ആഴ്ച മുന്നേ വെക്കേറ്റ് ചെയ്ത് നാട്ടിലേക്ക് പോയല്ലോ. അറിഞ്ഞില്ല. ബന്ധപ്പെടാൻ മേൽവിലാസവും നമ്പറോ അങ്ങനെ വല്ലതും? ഞാനൊന്ന് നോക്കട്ടെ. ചേട്ടാ, ഇവിടെ ആരും താമസമില്ലേ? അവിടെ വർഷങ്ങളായിട്ട് പൂട്ടിയിട്ടിരിക്കുക. നിന്നെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല കൃഷ്ണ. ഒന്നും മിണ്ടാതെ പെട്ടെന്നൊരു നാൾ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങോട്ടോ പോയി. നീ എവിടെയോ ഇരുന്ന് എന്നെ കാണുന്നുണ്ടാവും അല്ലേ? ഒത്തിരി സന്തോഷിക്കുന്നുണ്ടാവും, ഏറെ അഭിമാനിക്കുന്നുണ്ടാവും.
എല്ലാവരും കഥയൊക്കെ കേട്ട് വേറൊരു ലോകത്തായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിച്ചൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്തുനിന്ന്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെപ്പോലെ ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ആ അജ്ഞാത സുന്ദരി എവിടെ? ഇത്രയും സ്റ്റാർഡമൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം ആ അജ്ഞാത സുന്ദരിയെ കണ്ടുപിടിച്ചില്ല? ഇനി കണ്ടുപിടിച്ച് കാണുമോ? ഇതൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് ഇങ്ങനെ തുടരുകയാണ്. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി ടോപ്പിക്കുമായിട്ട് കേട്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലം സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ ആർജെ അരുൺ ഫ്രം പലവക ടോക്സ്. ഇയാൾ വലിയൊരു നടനാവണം. എന്നിട്ട് അർജുൻ്റെ പോസ്റ്ററും കട്ടൗട്ടും ഒക്കെ ഇങ്ങനെ ഈ റോഡ് ഫുള്ള് വെക്കണം. ഇതെല്ലാം കണ്ട് എനിക്ക് സന്തോഷിക്കണം.